Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. हाँ मुझे 1 साल की गारंटी आपकी सैमसंग। हाँ चल क्या पड़ेगा आपको। ये देखो ये क्या है? ये मिट्टी ये क्या भाई? ये क्या है? ये क्या कर दिया? ये क्या चीज है? मिट्टी कैसे आ गई इसमें? क्या मिट्टी आ गई? मिट्टी भर के ना। വെൻഡർ സെല്ലിംഗ്. വെൻഡർ എന്നാൽ വിൽപ്പന ചെയ്യുന്നയാൾ, അതായത് നടന്നുകൊണ്ട് വിൽപ്പന നടത്തുന്നവരെയാണ് വെൻഡർ എന്ന് പറയുക. അതുപോലെ തെരുവുകളിലും വിൽപ്പന നടത്തുന്നവരെ വെൻഡർ എന്ന് തന്നെയാണ് പറയുക. വെൻഡർ സെല്ലിംഗ്. വെൻഡർ വിൽപ്പന നടത്തുന്നു. മഡ് ഫിൽഡ് പവർ ബാങ്ക്. മഡ് എന്നാൽ മണ്ണ്, ചെളി, ഇതൊക്കെയാണ് അർത്ഥം. മഡ് ഫിൽഡ് പവർ ബാങ്ക് എന്താണ്? ചെളി നിറച്ചിട്ടുള്ള പവർ ബാങ്ക് വിൽപ്പന നടത്തുന്നു. ഓൺ ട്രെയിനിൽ. എക്സ്പോസ്ഡ് വൈറൽ വീഡിയോ. എക്സ്പോസ്ഡ് എന്നാൽ ഇവിടെ വെളിച്ചത്താവുക എന്നുള്ള അർത്ഥം, ദൃശ്യമാകുക. അതായത് എന്താണ്? അത് ദൃശ്യമായി, അത് ആ കള്ളി വെളിച്ചത്തായി ദൃശ്യമായി. എന്ത്? ഈ ചെളി നിറഞ്ഞിട്ടുള്ള പവർ ബാങ്ക് വിൽപ്പന ട്രെയിനിൽ നടത്തുന്നതിനിടെ അത് ദൃശ്യമായി, അതിൽ ചെളിയാണ് നിറച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ വീഡിയോ വൈറലായി. എ വൈറൽ വീഡിയോ ഷോവിങ്. ഒരു വൈറലായിട്ടുള്ള വീഡിയോ കാണിക്കുന്നു. എ പാസഞ്ചർ ഒരു യാത്രക്കാരൻ. പാസഞ്ചർ എന്നാൽ യാത്രക്കാരൻ. കൺഫ്രണ്ടിങ്. കൺഫ്രണ്ട് എന്നാൽ ഇവിടെ നേരിടുക, എതിർക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആ വൈറലായിട്ടുള്ള വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇതാണ്. ഒരു യാത്രക്കാരൻ എന്താണ്? എതിർക്കുന്നു, നേരിടുന്നു. എ വെൻഡർ ഒരു കച്ചവടക്കാരനോട്. അലജഡ്ലി സെല്ലിംഗ് ഫേക്ക് പവർ ബാങ്ക്സ് ഫിൽഡ് വിത്ത് മഡ്. അലജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത്. എന്താണ് ആരോപിക്കപ്പെടുന്നത്? സെല്ലിംഗ് ഫേക്ക് പവർ ബാങ്ക്സ്. എന്താണ് ഫേക്ക് എന്നാൽ? വ്യാജമായിട്ടുള്ള, കപടമായിട്ടുള്ള പവർ ബാങ്ക് വിൽപ്പന നടത്തുന്നു. അത് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ടു, എതിർത്തു. ഫിൽഡ് വിത്ത് മഡ് എന്ത്? ചെളി നിറച്ചിട്ടുള്ള അത്തരത്തിലുള്ള പവർ ബാങ്കാണ് എന്ന് ആരോപിച്ചുകൊണ്ട്, അങ്ങനെയാണ് ആരോപിക്കപ്പെടുന്നത്. ഹാസ് സ്റ്റേഡപ്പ്. സ്റ്റേഡപ്പ് എന്നാൽ ഇവിടെ സംക്ഷോഭിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ്. എന്ത്? ഈ ചെളി നിറഞ്ഞിട്ടുള്ള പവർ ബാങ്ക് വിൽപ്പന നടത്തിയത് സംക്ഷോഭിപ്പിച്ചു. കോൺട്രവേഴ്സി ഓൺ സോഷ്യൽ മീഡിയ. കോൺട്രവേഴ്സി എന്നാൽ വിവാദം. എന്താണ്? സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടാക്കി. ഷെയർഡ് ബൈ സാൻകോട്ട്. സാൻകോട്ട് ഈ യൂസറുടെ പേരാണ്. എൻ എക്സ് യൂസർ. എക്സ് ട്വിറ്ററാണ്. ദ 1 മിനിറ്റ് ക്ലിപ്പ്. ഈ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്യാപ്ചേർഡ് ദ പാസഞ്ചേഴ്സ് എൻകൗണ്ടർ. ക്യാപ്ചേർഡ് എന്നാൽ പിടിച്ചെടുത്തു. ദ പാസഞ്ചേഴ്സ് എൻകൗണ്ടർ. എൻകൗണ്ടർ എന്നാൽ ഇവിടെ എതിരിടുക എന്നുള്ള അർത്ഥമാണ്. വിത്ത് ദ വെൻഡർ കച്ചവടക്കാരനോട്. അബോർഡ് എ സ്ലീപ്പർ കോച്ച് ട്രെയിൻ. ഒരു സ്ലീപ്പർ കോച്ച് ട്രെയിനിൽ എന്താണ്? കയറിയിട്ടുള്ള അതിലുള്ള എന്താണ്? കച്ചവടക്കാരനോട് ഒരു യാത്രക്കാരൻ നേരിടുന്ന, തർക്കത്തിലേർപ്പെടുന്ന ദൃശ്യം പിടിച്ചെടുത്തു. 1 മിനിറ്റ് വീഡിയോ ദൈർഘ്യമുള്ള വീഡിയോ. ഇൻ ദ വീഡിയോ. വീഡിയോയിൽ ദ വെൻഡർ ഈസ് സീൻ. കച്ചവടക്കാരനെ കാണാൻ സാധിക്കുന്നു. അപ്രോച്ചിങ് പാസഞ്ചേഴ്സ് യാത്രക്കാരെ സമീപിക്കുന്നതായിട്ട് കാണുന്നു. ഓഫറിങ് പവർ ബാങ്ക്സ് വില പറയുന്നു. പവർ ബാങ്കിൻ്റെ വില പറയുന്നത് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നു. വിത്ത് അഷുറൻസ്. അഷുറൻസ് എന്നാൽ വാഗ്ദാനം, ഉറപ്പു നൽകൽ, ഇതൊക്കെയാണ് അർത്ഥം. എന്തിൻ്റെ ഉറപ്പു നൽകൽ? അഷുറൻസ് ഓഫ് ഒത്തൻറ്റിസിറ്റി. ഗുണമേന്മ ഉറപ്പു നൽകൽ. ആൻഡ് എ 1 ഇയർ വാറണ്ടി. 1 വർഷം വാറണ്ടിയും ഇത് വാഗ്ദാനം ചെയ്യുന്നതായിട്ട്, അത് പറഞ്ഞുകൊണ്ട് അത് വിൽപ്പന നടത്തുന്നതായിട്ട് എന്താണ്? ഈ കച്ചവടക്കാരനെ കാണുന്നു. ഈ വീഡിയോയിൽ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. വെൻ ആസ്ക്ഡ് ഫോർ എ ക്വാളിറ്റി ചെക്ക്. വെൻ ആസ്ക്ഡ് ചോദിച്ച സമയത്ത്, ഫോർ എ ക്വാളിറ്റി ചെക്ക് അതിൻ്റെ ഗുണമേന്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ച സമയത്ത്, ദ പാസഞ്ചർ ഓപ്പൺഡ് ദ പവർ ബാങ്ക് യാത്രക്കാരൻ പവർ ബാങ്ക് തുറന്നു. റിവീലിംഗ് വെളിവാകുന്നു, ദൃശ്യമാകുന്നു. ഇറ്റ് വാസ് ഫിൽഡ് അത് നിറയ്ക്കപ്പെട്ടു. വിത്ത് മഡ് ചളി കൊണ്ട്. ചളിയാണ് അതിൽ നിറക്കപ്പെട്ടിട്ടുള്ളത്. ഇൻസ്റ്റഡ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ഇൻസ്റ്റഡ് ഓഫ് എന്നാൽ പകരമായി. ഇലക്ട്രോണിക് ഘടക വസ്തുക്കൾക്ക് പകരമായിട്ട് അതിൽ ചെളിയാണ് നിറയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്
ദൃശ്യമായി ആ യാത്രക്കാരൻ അതിൻ്റെ ഗുണമേന്മ പരിശോധിക്കാൻ വേണ്ടി തുറന്ന സമയത്ത് ദ വെൻഡർ കച്ചവടക്കാരൻ അറ്റംപ്റ്റഡ് ശ്രമിച്ചു ടു സ്നാച്ച് തട്ടിപ്പറിക്കാൻ, സ്നാച്ച് എന്നാൽ തട്ടിപ്പറിക്കുക. ദ വെൻഡർ അറ്റംപ്റ്റഡ് ടു സ്നാച്ച് എന്താണ്, ആ കച്ചവടക്കാരൻ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ദ പവർ ബാങ്ക് ബാക്ക് എന്താണ്, ആ പവർ ബാങ്ക് തിരിച്ച് എന്താണ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ദ ഇൻസിഡൻറ്റ് ഹാസ് ബീൻ ലേബൽഡ്. ദ ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ഹാസ് ബീൻ ലേബൽഡ് എന്നാൽ വിവരിക്കാനുള്ള വാക്ക്. ഇവിടെ അതെന്താണ്, ആ സംഭവം വിവരിക്കാനുള്ള ലേബലിട്ടു. എന്താണ് ആ ലേബൽ പേരിട്ടിട്ടുള്ളത്? സ്കാം 2024 2024 തട്ടിപ്പ്. ഇതാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. സ്കാം എന്നാൽ വഞ്ചന, തട്ടിപ്പ്. ബൈ സോഷ്യൽ മീഡിയ യൂസേഴ്സ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അതിന് പേരിട്ടു. ഈ സംഭവത്തിന് തലക്കെട്ടിട്ടു. എന്താണ് തലക്കെട്ടിട്ടുള്ളത്? 2024 തട്ടിപ്പ്. ഹൈലൈറ്റിംഗ് കൺസേൺസ് ഓവർ ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് ടാർഗറ്റിംഗ് ട്രെയിൻ പാസഞ്ചേഴ്സ്. ട്രെയിൻ യാത്രക്കാരെ ലക്ഷ്യം വച്ചുള്ള വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ. ജാഗ്രത കാണിച്ചുകൊണ്ട്, അതിനെതിരെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ലക്ഷ്യം വച്ചുള്ള വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ. ഡിസെപ്റ്റീവ് എന്നാൽ വഞ്ചിക്കുന്ന. മെനി കമൻറ്റേഴ്സ് ഒരുപാട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ. ഷെയർഡ് പങ്കുവച്ചു. ദെയർ ഓൺ എക്സ്പീരിയൻസസ് അവരുടെ സ്വന്തം അനുഭവങ്ങൾ അവർ പങ്കുവച്ചു. ഫോളിംഗ് വിക്ടിം ടു സിമിലർ സ്കാംസ്. ഫോളിംഗ് വിക്ടിം എന്നാൽ ഇരയായിത്തീരുക. ടു സിമിലർ സ്കാംസ് ഇതുപോലെ സമാനമായിട്ടുള്ള, സിമിലർ എന്നാൽ സമാനമായ, ഇതുപോലെ സമാനമായിട്ടുള്ള തട്ടിപ്പുകൾക്ക് വിധേയമായി എന്ന് ഒരുപാട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു. ഏർജിങ് അതേഴ്സ്. ഏർജ് എന്നാൽ ഇവിടെ ഉത്ബോധിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഏർജിങ് അതേഴ്സ് മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുന്നു. എന്തിന്? ടു ബി കോഷ്യസ് ശ്രദ്ധയുള്ളവരായിരിക്കാൻ വേണ്ടി, ജാഗ്രതയുള്ളവരായിരിക്കാൻ വേണ്ടി. ടു ബി കോഷ്യസ് ഓഫ് കൗണ്ടർഫീറ്റ് പ്രൊഡക്ട്സ്. കൗണ്ടർഫീറ്റ് എന്നാൽ അർത്ഥം കൃത്രിമമായ എന്നുള്ള അർത്ഥമാണ്. കപടമായ, വ്യാജമായ. ഇത്തരം വ്യാജമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതിനെപ്പറ്റിയിട്ട് ശ്രദ്ധയുള്ളവരായിരിക്കാൻ വേണ്ടി, ജാഗ്രതയുള്ളവരായിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഒരുപാട് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ. അതുപോലെ അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്തു. ദിസ് റെവലേഷൻ ഈ വെളിപ്പെടുത്തൽ, ഈ വീഡിയോ ദൃശ്യമായത് ഹാസ് സ്പാർക്ക്ഡ് തിരികൊളുത്തി, അതിന് തീ കൊടുത്തു. എന്തിന് തീ കൊടുത്തു? ഔട്ട്റേജ്. ഔട്ട്റേജ് എന്നാൽ ഇവിടെ പ്രതിഷേധം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ദൃശ്യമാകൽ ഒരു പ്രതിഷേധത്തിന് തീ കൊളുത്തി. എമംഗ് കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കൾക്കിടയിൽ. ആൻഡ് റൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ഉയരുന്നു. എബൌട്ട് അതിനെപ്പറ്റി. എന്തിനെപ്പറ്റി? ദ പ്രവലൻസ് ഓഫ് സച്ച് ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റീസ്. ഫ്രോഡുലൻറ്റ് എന്നാൽ വഞ്ചനപരമായ എന്നുള്ള അർത്ഥമാണ്. ഇത്തരത്തിലുള്ള വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു. ഉപഭോക്താക്കൾക്കിടയിൽ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നു. അതുപോലെ ഇതൊരു പ്രതിഷേധത്തിന് തീ കൊളുത്തി. അതോറിറ്റീസ് ആർ യെറ്റ് ടു കൊമൻറ്റ് ഓൺ ദ ഇൻസിഡൻറ്റ്. അധികാരികൾ ഇതുവരെ ഇതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഈ സംഭവത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതോറിറ്റീസ് എന്നാൽ അധികാരികൾ, ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ദ വീഡിയോ ഹാസ് പ്രോംപ്റ്റഡ് വൈഡ് സ്പ്രെഡ് അവെയർനെസ്. ഈ വീഡിയോ പരക്കെ ഒരു അവബോധമുണ്ടാക്കി. അവെയർനെസ് എന്നാൽ അവബോധം. എബൌട്ട് അതിനെപ്പറ്റി, അതിനെ സംബന്ധിച്ച്. ദ റിസ്ക് ഓഫ് പർച്ചേസിങ് കൗണ്ടർഫിറ്റ് ഗുഡ്സ്. കൗണ്ടർഫിറ്റ് ഗുഡ്സ് എന്നാൽ കപടമായിട്ടുള്ള, വ്യാജമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെ പറ്റിയിട്ട്, അതിൻ്റെ അപകടത്തെ പറ്റിയിട്ട്, അതിൻ്റെ പ്രശ്നം എന്താണോ അതിനെ പറ്റിയിട്ട് ഒരു അവബോധം ഈ വീഡിയോ പരക്കെ പക്ഷേ ഉണ്ടാക്കി. പെർട്ടിക്കുലർലി ഡ്യൂറിങ് ട്രാവൽ. പെർട്ടിക്കുലർലി എന്നാൽ പ്രത്യേകമായിട്ടും, പ്രത്യേകിച്ചും യാത്ര ചെയ്യുന്നതിനിടയിൽ. ഡ്യൂറിങ് ട്രാവൽ എന്നാൽ യാത്ര ചെയ്യുന്നതിനിടയിൽ. പ്രത്യേകിച്ചും യാത്ര ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനെ പറ്റിയിട്ട് പരക്കെ ഈ വീഡിയോ ഒരു അവബോധമുണ്ടാക്കി.